പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കശ്മീർ സ്വദേശികളായ 2 ഭീകരരുടെ വീടുകൾ തീ വിഴുങ്ങി. ആസിഫ് ഷെയ്ഖ്, ആദിൽ തോക്കർ എന്നിവരുടെ വീടുകളാണ് തകർന്നുപോയത്. അതിനിടെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ ഒളിയിടം പിർപഞ്ചാൽ എന്ന സൂചന ലഭിച്ചു. ആസൂത്രകരിൽ ഒരാളായ സുലൈമാൻ എന്ന ഹാഷി മൂസ പാകിസ്ഥാൻ പൗരനാണെന്നും വിവരം കിട്ടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഈ ആക്രമണം നടത്തിയ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത് പീർ പഞ്ചാൽ മേഖലയിലാണ് എന്ന ഒരു വിവരമാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ അസ്വാഭാവികമായ ചില നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി ഉള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പീർ പഞ്ചാൽ എന്ന പർവ്വത നിര, ആ മേഖല പൂർണ്ണമായും ഒരു സൈനികം വളഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. CRPFന്റെ ട്രെയിനിങ് ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഒരു മലനിര കൂടിയാണ് ഈ പീർ പഞ്ചാൽ മേഖല എന്നുള്ളത്. അത് ഈ മേഖലയിൽ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. CRPFിനെയും ഒപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസിലെ കമാൻഡോകളെയും വിന്യസിച്ചിരിക്കുന്നു ഈ മേഖലയിൽ. അതേസമയം ഈ പ്രാദേശികമായി ഭീകരവാദികൾക്ക് സഹായം നൽകുന്ന 2 ഭീകരരുടെ വീടുകൾ ആണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അനന്ത്നാഗിൽ. ഈ ഭീകരർക്ക് കഴിഞ്ഞ അടുത്തിടെ ജമ്മു കശ്മീരിലുണ്ടായ ചില ആക്രമണങ്ങളിൽ, ഭീകരവാദി ആക്രമണങ്ങൾക്ക് സഹായം നൽകിയ ഭീകരരാണ്. ഇവരെ നേരത്തെ തന്നെ ജമ്മു കശ്മീർ പോലീസ് തിരിച്ചറിയുകയും സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലുമായിരുന്നു ഈ 2 പേരും. അനന്ത്നാഗിലുള്ള ഇവരുടെ വീടുകളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമാനമായി മറ്റ് ഇടങ്ങളിലും ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി ചില വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ കുതിരക്കാരുടെ വേഷത്തിലാണ് ഈ മേഖലയിൽ, അതായത് ആക്രമണം നടത്തിയ ഈ പിക്നിക് സ്പോട്ടിൽ എത്തിയത് എന്നാണ് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. ഈ ഒരു ചോദ്യം ഉയർന്നിരുന്നു. ഈ ഭീകരവാദികൾ എങ്ങനെയാണ് 4 വശവും വേലി കെട്ടിയ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഭീകരവാദികൾക്ക് തോക്കുകൾ അടക്കമുള്ള മാരകായുധങ്ങളുമായി പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. അവർ വനമേഖലയിൽ ഒളിച്ചിരുന്ന് പ്രവേശിച്ചു എന്ന നിഗമനത്തിലാണ്. എന്നാൽ ആ വനമേഖല ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് അവർ എത്തിയത് കുതിരക്കാരുടെ വേഷത്തിലാണ്, അല്ലെങ്കിൽ കുതിരക്കാർ എന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന തരത്തിലാണ് അവർ അവിടെ എത്തിയിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ചോദ്യം ചെയ്യലിനിടെ ലഭിച്ച വിവരമാണ് ഇത്. ഒപ്പം തന്നെ വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പദ്ധതി എന്നതുകൊണ്ട് തന്നെ ഒരു സാങ്കേതിക ഉപകരണങ്ങൾ, ഈ റേഡിയോ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ഉപകരണങ്ങളും ഇവർ ഉപയോഗിച്ചിട്ടില്ല. അത്തരത്തിൽ പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് തന്നെ അവർ ആസൂത്രിതമായാണ് ഇത് നടപ്പാക്കിയത്. ഈ മേഖല ജമ്മു കശ്മീരിലെ ഏത് പ്രദേശത്താണെങ്കിലും മുഴുവൻ സമയവും സേനയുടെ നിരീക്ഷണമുണ്ട്. അവിടെ അസ്വാഭാവികമായ ഇത്തരത്തിലുള്ള റേഡിയോ സിഗ്നലുകളോ മൊബൈൽ ഫോൺ നമ്പറുകൾ അസ്വാഭാവികമായി തോന്നിയാൽ അത് നിരീക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയ ഉപാധികളും ഇല്ലാതെയായിരുന്നു അവർ ഈ പ്രദേശത്തേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആക്രമണത്തിന് തൊട്ടു മുൻപുള്ള 5 ദിവസത്തെ ആ മേഖലയിലെ മുഴുവൻ ഇലക്ട്രോണിക് സിഗ്നലുകളും ഇതിനകം തന്നെ സൈന്യത്തിലെ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒന്നിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സിഗ്നലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രത്തോളം ആസൂത്രിതമായി ഈ മേഖലയിലെത്തിയ ഭീകരവാദികൾ ദീർഘകാലം ഒളിച്ചിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായാകും എത്തിയത് എന്ന നിഗമനത്തിലേക്ക് ജമ്മു കശ്മീർ പോലീസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 3-ാം ദിവസത്തിലും തെരച്ചിൽ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അത്രത്തോളം വലിയ, മുൻപ് ജമ്മു കശ്മീർ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സേനാ വിന്യാസമാണ് ഈ ഭീകരവാദികൾക്ക് വേണ്ടി, ഈ 4 പേർക്ക് വേണ്ടി ആ വനമേഖലയിൽ നടത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഭീകരരെ പിടികൂടാൻ ഇതുവരെ കഴിയാത്തതിന്റെ കാരണം അവർ വളരെ ആസൂത്രിതമായി മുൻ തയ്യാറെടുപ്പുകളോടെ ഇവിടെ എത്തി എന്നതുകൊണ്ട് തന്നെയാണ്. ഭക്ഷണം ഉൾപ്പെടെയുള്ളവ കയ്യിൽ കരുതിക്കൊണ്ട് തന്നെയാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും അവർ ഒളിച്ചിരിക്കുന്ന മേഖല സംബന്ധിച്ചുള്ള വിവരം ഏതാണ്ട് ലഭിച്ചിരിക്കുന്നു. പീർ പഞ്ചാൽ മേഖലയിൽ അതൊരു മല ഇടുക്കാണ്, ഉയരത്തിലുള്ള ഒരു മലനിരയാണ് പീർ പഞ്ചാൽ മേഖല. അവിടെ ഭീകരർ ഒളിച്ചിരിക്കുന്നു ആ വനമേഖലയിൽ എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ആക്രമണം നടന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വനമേഖല തന്നെയാണ് അത്. ഈ 50 കിലോമീറ്റർ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ്. ഈ മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ തെരച്ചിലിനായി വിന്യസിച്ചിട്ടുണ്ട്. തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. SKN.